ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ഈ ചിരട്ടയ്ക്ക് ഒരുപാട് മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ കൈ വേദനിക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലാത്ത സൂത്രമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് ആണെങ്കിലും ബന്നാണെങ്കിലും അത് നമ്മൾ വീട്ടിൽ കൊണ്ട് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ അത് എന്താ പൂപ്പൽ വന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രീതിയിൽ ടേസ്റ്റ് മാറുകയോ കേടുവരികയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൂത്രമാണ്. പിന്നെ നിങ്ങൾ ഡേറ്റ് തീർന്നിട്ടുള്ള ഫുഡൊന്നും ഒരിക്കലും കഴിക്കരുത്. എക്സ്പയറി ആയി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അത് യൂസ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ അതുപോലെ ബ്രെഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. കല്ലുപ്പ് എടുത്തതിന് ശേഷം ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിൽ മതിയാവും. എന്നിട്ട് ഒരു കോട്ടന്റെ തുണിയിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് എന്താ കീഴ് രൂപത്തിലായിട്ട് കെട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് പുറത്തേക്ക് ഉപ്പ് പോവാത്ത രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. പൊതിഞ്ഞെടുത്തിട്ടുള്ള ഈ കല്ലുപ്പ് ഉണ്ടല്ലോ, എന്നിട്ട് ആ ബ്രെഡിന്റെ പാക്കറ്റിലോ അല്ലെങ്കിൽ ബന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാക്കറ്റിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കണം. ഓരോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും ഇതുപോലെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ ബ്രെഡിന് മാത്രമല്ല, നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കിയാലും ഇനി പൊറോട്ട ഉണ്ടാക്കിയാലും കേടുവരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നല്ല സൂപ്പർ ട്രിക്കാണ്, ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ കുറച്ച് എണ്ണ വീണ് കഴിഞ്ഞാൽ അത് ചില സമയത്ത് എണ്ണ കറ പിടിക്കും. അത് പോവാനായിട്ട് നമ്മൾ ചിലപ്പോൾ എത്ര സോപ്പിട്ട് കഴിയാലും ആ ഒരു എണ്ണ പോകണമെന്നില്ല. അപ്പൊ നമുക്കത് സിമ്പിൾ ആയിട്ട് ആ എണ്ണയുടെ ഒരു ഇതൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് സൂത്രമാണ് കേട്ടോ. അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയതിനു ശേഷം ഞാനത് കഴുകിയെടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ടതിന് ആ ഒരു എണ്ണക്കറ പോകുന്നതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണ ഉള്ള നോർമൽ ആയിട്ടുള്ള ചോക്ക് കിട്ടും. ബ്ലാക്ക് ബോർഡിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്ക് തന്നെയാണ്. എന്നിട്ട് അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം. അങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എണ്ണ ഉള്ളത് കാരണം അതിന് പിടിക്കില്ല. അപ്പൊ അത് നമുക്ക് ആ ചോക്ക് ആ ഒരു ഭാഗത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട്. ആ വെള്ളത്തിൽ ആ ചോക്ക് നനച്ചതിന് ശേഷം ആ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആ നനഞ്ഞ ചോക്ക് നമുക്ക് ഇതുപോലെ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ എണ്ണുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് അത് ആ ഒരു ചോക്കിന്റെ ഭാഗം വലിച്ചെടുക്കുന്നതാണ്. ഏത് തരത്തിലുള്ള തുണിയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ എണ്ണയുടെ കറ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചോക്ക് നനച്ചിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം വെള്ളത്തിലൊന്ന് കഴുകി കഴിഞ്ഞാൽ ആ ചോക്കിന്റെ കൂടെ തന്നെ ആ എണ്ണമയം കൂടി മുഴുവനായിട്ടും പോയി കിട്ടുന്നതാണ് കേട്ടോ. നമ്മളിതിൽ സോപ്പോ ഡിറ്റർജന്റ് ലിക്വിഡോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഒരു വെള്ളത്തിൽ വെറുതെ കഴുകിയാൽ തന്നെ മുഴുവനായിട്ടും ആ ഒരു എണ്ണ പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പൊ നമ്മളുടെ മിക്ക ആളുകളുടെയും വീട്ടിലെ ഒരു പ്രധാന പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാല് ഈച്ചയുടെ ശല്യമായിരിക്കും. പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈച്ച ശല്യം മാറാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില എടുത്തോളൂ കേട്ടോ. ഞാനും ഇത് ആദ്യം കേട്ടപ്പോൾ അത്ര എഫക്റ്റീവ് ആണെന്ന് വിചാരിച്ചില്ല, പക്ഷെ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർ റിസൾട്ടാണ്. കറിവേപ്പില കയ്യിലെടുത്തിട്ട് എന്താ വെച്ചാൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുകയോ ചെയ്യാം. അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന്റെ ഒരു മണം, ആ ഒരു കറിവേപ്പിലയുടെ ഒരു മണം നല്ല രീതിയിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രം. അത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില ആണെന്നുണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ വീടിന്റെ അതായത് കിച്ചണിന്റെ നന്നായിട്ട് ഈച്ചുള്ള ഭാഗങ്ങൾ 2-3 ഭാഗത്ത് ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ 2-3 ഗ്രാമ്പു ആ ഒരു പഞ്ചസാരയിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചസാരയിൽ ഉറുമ്പിന്റെ ശല്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ടൂൾസുകളും അതേപോലെ തന്നെ ഈ നെറ്റ് ബോൾട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ തുരുമ്പെടുക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ തുരുമ്പെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ആണി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നെറ്റ് ബോൾട്ടുകളും അതെ മറ്റു ടൂൾസുകളും സൂക്ഷിക്കുന്നതിൽ ഇതുപോലെ ഒരു ചോക്ക് പീസ് എടുക്കുക. ഇപ്പൊ ചെറിയ ചോക്ക് പീസാണ്, ഞാൻ ചെറിയ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു ചെറിയ കഷ്ണമേ ഉള്ളൂ. അത് രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇതിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇനി ടൂൾ ബോക്സിൽ ഇതുപോലെ ചോക്ക് പീസുകൾ ഇട്ട് കൊടുക്കും.
മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് മുടി കൊഴിച്ചിൽ കാരണം ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു ഇത് ട്ടോ. അത്ര ഉണ്ടായിരുന്ന മുടി ഇങ്ങനെ ഈ രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് ഞാൻ ഒന്നൊന്നര മാസമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടിട്ടുള്ള ഒരുപാട് പേര് എന്നെക്കുറിച്ച് ചോദിക്കുകയും എണ്ണ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഹെയർ ഓയിലിനെ സ്വീകരിച്ചതിന് കേട്ടോ. അപ്പൊ നമ്മൾ കാച്ചിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി കാച്ചിയെടുക്കുന്ന ഒരു ഹെയർ ഓയിലാണ്. നമ്മൾ അതിൽ കെമിക്കലായിട്ടുള്ള ഒന്നും തന്നെ ചേർത്തുന്നില്ല. താരൻ പോവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്ന ഒഴിവാക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും അകാലം നിറയുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറച്ച് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ആവുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ്. ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വാങ്ങിച്ച് ഉപയോഗിച്ചവർ വീണ്ടും വീണ്ടും ഈ ഒരു ഹെയർ ഓയിൽ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് കിട്ടിയതുകൊണ്ടായിരിക്കില്ലേ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ചിരട്ടയ്ക്കെല്ലാം നല്ല വില കിട്ടുന്ന ഒരു കാലമാണ്. അപ്പൊ നമ്മൾ ആരും തന്നെ വെറുതെ കത്തിച്ച് കളയില്ല. അപ്പൊ 2 ചിരട്ട എടുക്കുന്നുണ്ട്. 2 ചിരട്ട എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങയുടെ 2 പീസുകളാണ് കേട്ടോ. ഒരേ സൈസിലുള്ളതാണ്. അപ്പൊ ആ ഒരു ചിരട്ടയുടെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് പുറത്തുള്ള ഒരു എന്താ ചകിരിയുടെ ഇതുണ്ടാവും അതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ഓട്ടുള്ള ചിരട്ടയുണ്ട്, അതേപോലെ തന്നെ ഓട്ടമില്ലാത്ത ചിരട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഒരല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അത് രണ്ടിലും തേച്ച് കൊടുക്കണം കേട്ടോ. ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുക്കളയിൽ പല സൂത്രങ്ങളും ചെയ്യാറുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ടതുമാണ്. അപ്പൊ ഞാൻ എണ്ണ തടവി വെച്ചിട്ടുള്ള ഈ ഒരു ചിരട്ട മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കാൻ എടുക്കുന്ന അതിന്റെ പുട്ടിന്റെ ചില്ലുണ്ടല്ലോ, അത് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഹോളുള്ള ഒരു ചിരട്ടയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇടിയപ്പത്തിന് വേണ്ടി മാവ് ഫില്ല് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം ഒരു ഫസ്റ്റ് ലെയർ ചുറ്റിച്ചതിന് ശേഷം അതിലേക്ക് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചെറുകിയതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിന്റെ മുകളിൽ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ആ നൂല് ചുറ്റിച്ചതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം ഒരു ചിരട്ട നന്നായിട്ട് നിറഞ്ഞു. ആദ്യത്തെ ചിരട്ടയിൽ ചെയ്ത പോലെ തന്നെ മറ്റേ ചിരട്ടയിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇടിയപ്പത്തിന്റെ നൂല് അതുപോലെ ഇതിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. മുക്കാല് ആവുന്ന രീതിയിൽ വരെയാണ് നമ്മളിതിൽ നൂല് ചുറ്റിക്കുന്നത് കേട്ടോ. എന്നിട്ടിപ്പോൾ അതിന് മുകളിൽ കുറച്ചും കൂടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ 2 ചിരട്ടയിലും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതുപോലെ ഒന്ന് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മാവ് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് സ്റ്റീം വന്ന് തുടങ്ങുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ചിരട്ടയുടെ ആ ചെറിയ ഹോളില്ലേ അതിലൂടെ ഇതുപോലെ മറ്റൊരു ചെറിയ പീസ് വെച്ച് കൊടുത്ത് അതിന്റെ മുകളിൽ വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. വെന്ത് കിട്ടുന്നതാണ്. അപ്പൊ ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ സാധാരണ നമുക്ക് ചിരട്ടപ്പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന അതിന്റെ ഒരു ചെറിയ കുറ്റി ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുത്ത് ഇടിയപ്പത്തിന്റെ മാവ് ചുറ്റിച്ച് 2 ഇടിയപ്പം ഉണ്ടാക്കി കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേവുന്ന സമയത്തിന്റെ ഉള്ളിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വെന്തു നമ്മൾ കറക്റ്റ് 1 മിനിറ്റ് കൊണ്ട് തന്നെ വേവുന്നതാണ് കേട്ടോ. കുക്കർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല സ്റ്റീം വരികയും പെട്ടെന്ന് വേവാനും സഹായിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ചിരട്ടയിൽ നിന്ന് ഇതാ കൊട്ടുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും നമുക്ക് ഒറ്റ ഇടിയപ്പമായിട്ടല്ല കിട്ടിയിട്ടുള്ളത്, നമുക്ക് 3 ഇടിയപ്പമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതും 1 മിനിറ്റ് കൊണ്ട് തന്നെ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചിരട്ടയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഇടിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇടിയപ്പത്തിന്റെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ചെറിയ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇടിയപ്പം ഞാൻ ഇതുപോലെ കൊത്തിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ 3 പീസുകൾ ഒരൊറ്റ ചിരട്ടയിൽ നിന്നാണ് നമുക്ക് 3 ഇടിയപ്പം കിട്ടിയിട്ടുള്ളത്. നമ്മൾ മറ്റൊന്നിൽ 2 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സാധാരണ നിങ്ങൾ ഇടിയപ്പം കഴിക്കുന്നതിനേക്കാളും ഏറെ ടേസ്റ്റാണ് ഈ ഒരു ഇടിയപ്പത്തിന്. അപ്പൊ എന്തായാലും ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.